ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് NCERT ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററായ ലെറ്റർ ടു ഗോഡാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് GL ഫ്യൂൻഡസ് ആണ്. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. The house, the only one in the entire valley, sat on the crest of a low hill. From this height, one could see the river and the field of ripe corn dotted with the flowers that always promised a good harvest. The only thing the earth needed was a downpour or at least a shower. Throughout the morning, Lenjo would know his field intimately, had done nothing else but see the sky towards the northeast. അപ്പോൾ നമ്മൾ ആദ്യം ലെഞ്ചോ എന്ന് പറയുന്ന ഫാമറിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഈ ചാപ്റ്റർ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ലെഞ്ചോയുടെ ഹൗസ് എന്ന് പറയുന്നത് ഒരു വാലിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു താഴ്വരയിലാണ്. ആ താഴ്വരയിലെ ഏക വീടാണ് നമ്മുടെ ലെഞ്ചോവിൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെ കാണാൻ പറ്റും? ആ ഫീൽഡിലെന്ന് വെച്ചാൽ കോണിൻ്റെ ഫ്ലവേഴ്സ് അങ്ങനെ ആ കോൺ ഫീൽഡ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇതിപ്പം നല്ല രീതിയിൽ കോണൊക്കെ വിളഞ്ഞു വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ലെഞ്ചോയ്ക്ക് ആവശ്യം ഒരു ചെറിയ മഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് എന്ന് വെച്ചാൽ ഒരു വെതർ കണ്ടീഷൻ ഫേവറബിളായിട്ട് മാറണം. അപ്പോൾ എന്നും ലെഞ്ചോ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലുള്ള സ്കൈയിലേക്ക് നോക്കിയിരിക്കുക, അതായത് റെയിനിനെ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കും. നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം വാട്ടർ വുമൻ. ദ വുമൻ who was preparing supper replied, "Yes, God willing." The older boys were walking in the field while the smaller ones were playing near the house until the woman called to them all, "Come for dinner." It was during the meal that, just as Lenjo had predicted, big drops of rain began to fall. In the northeast, huge mountains of clouds could be seen approaching. The air was fresh and sweet. The man went out for no other reason than to have the pleasure of feeling the rain on his body. And when he returned, he exclaimed, "These aren't raindrops falling from the sky, they are new coins. The big drops are 10-cent pieces and the little ones are 5s." അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്നും ലെഞ്ചോ നോക്കി നിൽക്കുമെന്ന് നമ്മൾ പറഞ്ഞില്ല. അതിനുശേഷം ഒരു ദിവസം ലെഞ്ചോ പ്രഡിക്റ്റ് ചെയ്യാണ്, ഇന്ന് മഴയുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് വൈഫിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ വൈഫ് അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ സപ്പർ അത്താഴം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ലെഞ്ചോയുടെ മക്കളിൽ കുറേ മൂത്ത എന്ന് വെച്ചാൽ കുറച്ച് പ്രായമുള്ള മക്കൾ എന്ത് ചെയ്യായിരുന്നു, ഫീൽഡിൽ വർക്ക് ചെയ്യുമായിരുന്നു. കുറച്ച് ഇളയ മക്കൾ അവിടെ നിന്ന് വീടിൻ്റെ അടുത്തൊക്കെ നിന്ന് കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ഡിന്നർ റെഡിയായതിനു ശേഷം ഈ വുമൻ അവരെല്ലാം വിളിച്ചു. എന്നിട്ട് അവർ ആഹാരം കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ ലെഞ്ചോ പ്രഡിക്റ്റ് ചെയ്ത കണക്ക് മഴ പെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ലെഞ്ചോ ഈ സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി എന്തിനാന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ മഴയാണല്ലോ, അപ്പോൾ അത് ഒന്ന് നനയണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ലെഞ്ചോ കുറച്ച് എക്സ്ക്ലെയിംഡ് ആയിട്ട് എന്ന് വെച്ചാൽ കുറച്ച് അത്ഭുത ഭാവത്തിൽ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ഇതെന്ന് വെച്ചാൽ ഇത് റെയിൻ ഡ്രോപ്സ് അല്ല, പകരം എന്താണ് കോയിൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. വെച്ചാൽ അത്രയ്ക്ക് സൈസ് അല്ലെങ്കിൽ അത്രയ്ക്കും ഹെവി ആയിട്ടുള്ള റെയിനാണ് എന്ന് ലെഞ്ചോ പറയുകയാണ്. With a satisfied expression, he regarded the field of ripe corn with its flowers draped in a curtain of rain. But suddenly, a strong wind began to blow, and along with the rain, very large hailstones began to fall. These truly did resemble new silver coins. The boys, exposing themselves to the rain, ran out to collect the frozen balls. അപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ലെഞ്ചോ ഇത്രയും നേരം നിൽക്കുന്നത്. കാരണം ഈ റെയിൻ അയാൾ എക്സ്പെക്റ്റ് ചെയ്തു, റെയിൻ അതുപോലെ കിട്ടി. പക്ഷേ പെട്ടെന്ന് തന്നെ ഈ സിനേറിയോ മാറുകയാണ്. എന്ന് വെച്ചാൽ ഈ റെയിൻ ഫോൾ ചെയ്യുന്നതിൻ്റെ കൂടെ വളരെ വലിയ ഹെയിൽ സ്റ്റോൺസ്, നമ്മൾ ആലിപ്പഴം എന്നൊക്കെ പറയത്തില്ല, ആ സാധനമൊക്കെ വീഴുകയാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ട സിൽവർ കോയിൻസ് കണക്കാണ് തോന്നുന്നത്. അപ്പോൾ ഈ ബോയ്സൊക്കെ എന്ത് ചെയ്തു, ഇത് വീഴുന്ന കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി അത് ഇങ്ങനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. "It's really getting bad now," exclaimed the man. "I hope it passes quickly." It did not pass quickly. For an hour, the hail rained on the house, the garden, the hillside, the cornfield, on the whole valley. The field was white as if covered with salt. അപ്പോൾ ലെഞ്ചോ പറയുകയാണ്, ഇത് ചിലപ്പോൾ മോശമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലെഞ്ചോ പറഞ്ഞതുപോലെയാണ് സംഭവിക്കുന്നത്. അതായത് ഈ ഹെയിൽ സ്റ്റോൺ അല്ലെങ്കിൽ ഹെയിൽ ഫാൾ എന്ന് പറയുന്ന 1 മണിക്കൂറോളം നീണ്ടുന്നു. അതായത് ആ വാലി മുഴുവൻ, ഈ വീടും ഗാർഡനും ഹിൽ സൈഡും കോൺഫീൽഡും ആ വാലി മുഴുവനും ഈ ഹെയിൽ ഫോൾ ഉണ്ടായി, അല്ലെങ്കിൽ ഹെയിൽ റെയിൻ ഉണ്ടായി.
ഇത് കാരണം ആ ഫീൽഡ് മൊത്തം വൈറ്റിഷ് അല്ലെങ്കിൽ വൈറ്റ് കളറിൽ ആ ഹെൽ സ്റ്റോണിൻ്റെ കളർ അറിയാമല്ലോ, ആ വൈറ്റ് കളർ മാറി. അതായത് ഒരു സോൾട്ട് കൊണ്ട് നിറച്ചിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സോൾട്ട് കൊണ്ടുള്ള മല കണക്ക് അതിങ്ങനെ ഫീൽഡ് മൊത്തം അങ്ങനെ മാറി കിടക്കുകയാണ്. എന്ന് വെച്ചാൽ വൈറ്റ് കളറിൽ മാറി കിടക്കുകയാണ്. Not a leaf remained on the trees. The corn was totally destroyed. The flowers were gone from the plants. Lenjo's soul was filled with sadness. When the storm had passed, he stood in the middle of the field and said to his son, "A plague of locusts have left more than this. The hail has left nothing. This year we will have no corn." That night was sorrowful one. All our work for nothing. There's no one who can help us. We will all go hungry this year. അപ്പോൾ ഈ ഹെയിൽ സ്റ്റോണിൻ്റെ അല്ലെങ്കിൽ ഹെയിൽ റെയിൻ ഉണ്ടായതിന് ശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ അതിനകത്തെ ആ പ്ലാന്റ്സിലേക്ക് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് ആണല്ലോ ഫ്രൂട്ടായിട്ട് മാറുന്നത്. ആ ഫ്ലവേഴ്സ് എല്ലാം താഴെ വീഴാനൊക്കെ അല്ലെങ്കിൽ നശിച്ചു പോയി. ആ നശിച്ചു പോയത് കാരണം ലെഞ്ചോ തിരിച്ചറിയാണ് ഈ വർഷം ഇനി ക്രോപ്സ് അല്ലെങ്കിൽ കോൺസ് ഒന്നും ഉണ്ടാവത്തില്ല എന്ന് ലെഞ്ചോ തിരിച്ചറിയാണ്. എന്നിട്ട് പറയുകയാണ് ഇനി ഒരു പ്ലേഗ് ഓഫ് ലോക്കസ്റ്റ് എന്ന് വെച്ചാൽ ഒരു റെഫറൻസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, മെറ്റഫറാണ്. അപ്പോൾ ആ പ്ലേഗ് പോലും എന്തെങ്കിലുമൊക്കെ ബാക്കി വയ്ക്കുമായിരുന്നു. പക്ഷേ ഈ ഹെയിൽ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇനി ആർക്കും തങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്ന് ലെഞ്ചോ തിരിച്ചറിയുകയാണ്. But in the hearts of all who lived in that solitary house in the middle of the valley, there was a single hope, help from God. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുമെങ്കിലും പക്ഷേ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് അപ്പോഴും ഒരു പ്രതീക്ഷ, ഒരൊറ്റ പ്രതീക്ഷ മാത്രം ഉണ്ടായിരുന്നു. അതായത് ദൈവത്തിൽ നിന്നുള്ള സഹായം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ. Don't be so upset, even though this seems like a total loss. Remember, no one dies of hunger. അപ്പോൾ ലെഞ്ചോ പറയുകയാണ് ഇത് കണ്ടിട്ടൊന്നും വളരെ അപ്സെറ്റൊന്നും ആവേണ്ട കാര്യമില്ല. ഇത് നമുക്കൊരു ടോട്ടൽ ലോസ് അല്ലെങ്കിൽ മൊത്തത്തിലൊരു നഷ്ടമാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും നമ്മളാരും പട്ടിണി കാരണം മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ, ജീവനോടെ എപ്പോഴും ഉണ്ടല്ലോ. ദാറ്റ്സ് വാട്ട് ദേ സേ, നോ വൺ ഡൈസ് ഓഫ് ഹങ്കർ. അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്താ, ആരും പട്ടിണി കാരണം മരിച്ചിട്ടില്ല. All through the night, Lenjo thought only of his one hope, the help of God, whose eyes, as he had been instructed, see everything, even what is deep in one's conscience. Lenjo was an ox of a man, walking like an animal in the fields, but still he knew how to write. The following Sunday at daybreak, he began to write a letter, which he himself would carry to town and place in the mail. It was nothing less than a letter to God. അപ്പോൾ ആ നൈറ്റിന് മൊത്തം ലെഞ്ചോ ചിന്തിച്ചത് എന്താണ്, തൻ്റെ ബാക്കിയുള്ള അല്ലെങ്കിൽ തൻ്റെ അവശേഷിക്കുന്ന ഏക ഹോപ്പിൽ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള സഹായം, അതിൽ മാത്രമാണ് ലെഞ്ചോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലെഞ്ചോ സംബന്ധിച്ചിടത്തോളം ലെഞ്ചോ തികഞ്ഞൊരു വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. അതായത് ദൈവത്തിന് നമ്മുടെ ഇന്നർ സെൻസ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിന് അറിയാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ലെഞ്ചോ. അതുമാത്രമല്ല ലെഞ്ചോ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഒരു ആനിമലിനെ കണക്ക് ഫീൽഡ് വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ അത്രയ്ക്കും റെസ്റ്റ് ഇല്ലാതെ റിലൻലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ലെഞ്ചോ ഇങ്ങനെ ഒരു ഫാർമറാണെങ്കിലും അദ്ദേഹത്തിന് എഴുതാനറിയാം. അങ്ങനെ നെക്സ്റ്റ് സൺഡേയിൽ രാവിലെ തന്നെ എന്ത് ചെയ്യാണ്, ലെഞ്ചോ ഒരു ലെറ്ററൊക്കെ എഴുതി ടൗണിലേക്ക് പോയി മെയിൽ ബോക്സ് ഇടാമെന്നുള്ള പ്ലാനിലിരിക്കുകയാണ്. God, he wrote, "If you don't help me, my family and I will go hungry this year. I need 100 pesos in order to sow my field again and to live until the crop comes, because the hailstorm" എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യണം. അതായത് ലെഞ്ചോ എഴുതി തുടങ്ങണം, ദൈവമേ അല്ലെങ്കിൽ ഗോഡ് എന്നും പറഞ്ഞാണ് എഴുതുന്നത്. എന്താണ്, അങ്ങയുടെ സഹായം എനിക്ക് വേണം, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ഒന്ന് സംഭവിക്കും, പട്ടിണി കിടന്ന് മരിച്ചു പോകും. അതുമാത്രമല്ല എനിക്ക് അങ്ങൊരു 100 പെസോസ് തരണം. അതുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ നശിച്ചു പോയ വിളകൾ ഒന്നുകൂടെ ഒന്നുകൂടെ കൃഷി ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ആ ക്രോപ്സൊക്കെ ഡെവലപ്പായിട്ട് വരുന്നത് വരെ എനിക്ക് ജീവിക്കാനുള്ളതും ആവും. ഈ ഹെയിൽ സ്റ്റോം കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ കത്ത് എഴുതുകയാണ് അദ്ദേഹം. He wrote to God on the envelope, put the letter inside, and still trouble went to town. At the post office, he placed a stamp on the letter and dropped it into the mailbox. അപ്പോൾ എന്നിട്ട് ആ എൻവലപ്പ്, ആ കവറിൽ ടു ഗോഡ് എന്നൊക്കെ എഴുതിയിട്ട് അദ്ദേഹം അതൊക്കെ അടച്ച് ഭക്തരമായി വെച്ച് ടൗണിലേക്ക് പോയി ടൗണിലെ പോസ്റ്റ് ഓഫീസിൽ നിന്നൊരു സ്റ്റാമ്പൊക്കെ മേടിച്ചൊട്ടിച്ച് മെയിൽ ബോക്സിലേക്ക് ഇട്ടു. One of the employees, who was a postman and also helped at the post office, went to his boss laughing heartily and showed him the letter to God.
Never in his career as a postman had been known that address. The postmaster, a fat, amiable fellow, also broke out laughing, but almost immediately he turned serious and tapping the letter on his desk commented, "What faith! I wish I had the faith of the man who wrote this letter, starting up a correspondence with God." അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസിലെ ഒരു പോസ്റ്റ്മാൻ ഇതെടുത്തിട്ട് വായിച്ചു നോക്കി. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പോസ്റ്റ് മാസ്റ്ററിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കാരണം ഇദ്ദേഹം ഇത് ഒരിക്കലും ഇങ്ങനെ ഒരു ദൈവത്തിനുള്ളൊരു കത്ത് അതല്ലെങ്കിൽ എവിടെ ഡെലിവറി ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ് മാസ്റ്റർ അടുത്ത് കൊണ്ടുപോയി. പോസ്റ്റ് മാസ്റ്ററും അത് പൊട്ടിച്ചിട്ട് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിരി മാഞ്ഞ് ഒരു സീരിയസ് ലുക്കായി. കാരണം ലെഞ്ചോയുടെ ഫെയ്ത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ ലെഞ്ചോയുടെ വിശ്വാസം, ദൈവത്തിലുള്ള ദൃഢമായ വിശ്വാസത്തെ കുറിച്ച് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്തൊരു മനുഷ്യനാണ് ഇയാൾ, ദൈവവുമായിട്ടൊരു ഡയറക്റ്റ് കറസ്പോണ്ടൻസിന് ശ്രമിക്കത്തക്ക വിധം വിശ്വാസമുള്ള ഒരാളാണെന്നൊക്കെ അത്ഭുതപ്പെടുകയാണ് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ. So in order not to shake the writer's faith in God, the postmaster came up with an idea. അപ്പോൾ റൈറ്ററിൻ്റെ ഫെയ്ത്തിൽ അല്ലെങ്കിൽ ആ ലെഞ്ചോയുടെ ഫെയ്ത്തിന് ഒരു ഇളക്കം തട്ടണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ഒരു ഐഡിയയുമായിട്ട് മുന്നോട്ട് വരികയാണ്. ആൻസർ ദ ലെറ്റർ, ബട്ട് വെൻ ഹി ഓപ്പൺഡ് ഇറ്റ്, ഇറ്റ് വാസ് എവിഡൻറ്റ് ദാറ്റ് ടു ആൻസർ ഇറ്റ് ഹി നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ വിചാരിച്ചെന്താ, ഇതൊന്നും മറുപടി കത്തെഴുതാം. പക്ഷേ തുറന്നു നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്താണ്, മറുപടി കത്തെഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ആൻസർ മാത്രം പോരാ, പകരം മറ്റ് എന്തെങ്കിലുമൊക്കെ വേണം, അതായത് കുറച്ച് പൈസയും കൂടെ വേണം. But he stuck to his resolution. He asked for money from his employees. He himself gave the part of his salary, and several friends of his were obliged to give something for an act of charity. അപ്പോൾ ഇദ്ദേഹം എന്നാലും പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസിൽ നിന്നൊക്കെ കുറച്ച് പൈസ മേടിച്ചു. ഇദ്ദേഹത്തിൻ്റെ സാലറിയിൽ തന്നെ ഒരു നല്ലൊരു പങ്കെടുത്തു. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ കുറച്ച് പൈസ ചാരിറ്റിക്ക് വേണ്ടി വാങ്ങി ലെഞ്ചോയ്ക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. It was impossible for him to gather together the 100 pesos, so he was able to send the farmer only a little more than half. He put the money in an envelope addressed to Lenjo, and with it a letter containing only a single word as a signature gold. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 100 പെസോസ് 100 പെസോസ് എന്ന് സംഭവിക്കുന്നത് ഒരു വലിയ എമൗണ്ടാണ്. അത്രയും ഗ്യാദർ ചെയ്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. പക്ഷേ 100 പെസോസിൻ്റെ പകുതിയേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ അദ്ദേഹം ഗ്യാദർ ചെയ്തു. എന്നിട്ട് ലെഞ്ചോയ്ക്ക് തിരിച്ചൊരു ലെറ്റർ എഴുതുകയാണ്. അതിനകത്ത് സിഗ്നേച്ചർ ഒരു ഒറ്റ വേർഡ് മാത്രം ഉണ്ട്, അതായത് ദൈവം ഒന്ന് സിഗ്നേച്ചർ മാത്രം ഇടുകയും ചെയ്തു. The following Sunday, Lenjo came a bit earlier than usual to ask if there was a letter for him. It was the postman himself who handed the letter to him, while the postmaster, experiencing the contentment of a man who has performed a good deed, looked on from his office. അപ്പോൾ അടുത്ത ഞായറാഴ്ച ലെഞ്ചോ നേരത്തെ തന്നെ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ലെറ്റർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ പോസ്റ്റ്മാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ലെറ്റർ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്ന് ഈ താൻ ചെയ്ത നല്ല പ്രവൃത്തിയിൽ മനുഷ്യനുണ്ടാകുന്ന അദ്ദേഹത്തിനുണ്ടാകുന്ന, അതായത് ലെഞ്ചോയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ് കണ്ട് ഒരു സംതൃപ്തി നേടാൻ വേണ്ടിയിട്ട് ആ പോസ്റ്റ് മാസ്റ്ററും കുറച്ച് മാറി നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ലെഞ്ചോ ഷോഡ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് ഓഫ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി. പക്ഷേ ഈ പൈസ കണ്ടപ്പോൾ ലെഞ്ചോ അധികം സർപ്രൈസിനൊന്നും ആയില്ല, കാരണം അദ്ദേഹം അത് പ്രതീക്ഷിച്ചാണ്. സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്, ബട്ട് ഹീ ബിക്കെയിം ആംഗ്രി വെൻ ഹി കൗണ്ടഡ് ദ മണി. അപ്പോൾ ഒരു സർപ്രൈസ് ആവാത്തതിൻ്റെ കാരണം അദ്ദേഹം അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു, അതായത് ദൈവം മണി സെൻഡ് ചെയ്യുമെന്ന് അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സർപ്രൈസ്ഡ് ആവാതിരുന്നത്. പക്ഷേ ഈ പൈസ എണ്ണിയപ്പോൾ കുറച്ച് ആംഗ്രി നമ്മുടെ ലെഞ്ചോയ്ക്ക് വന്നു. എന്ന് വെച്ചാൽ ആങ്കർ കുറച്ച് ലെഞ്ചോയ്ക്ക് വന്നു. കാരണം God could not have made a mistake, nor could he have denied Lenjo what he had requested. അപ്പോൾ ദൈവത്തിന് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് സംഭവിക്കില്ല. അതുമാത്രമല്ല, ലെഞ്ചോ റിക്വസ്റ്റ് ചെയ്തതെന്ന് ദൈവം അത്ര ഡിനൈ ചെയ്യാൻ മാത്രം ക്രൂരൻ, അല്ലെങ്കിൽ ദൈവം അത്രയ്ക്കും ഡിനൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇമ്മീഡിയറ്റ്ലി ലെഞ്ചോ വെൻറ്റ് അപ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. ഓൺ ദ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ്. അപ്പോൾ നേരെ ലെഞ്ചോ വീണ്ടും ചെന്ന് വിൻഡോയിൽ അവിടെ ചെന്ന് നിന്നിട്ട് പേപ്പർ ഇങ്കൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് ആ പബ്ലിക് റൈറ്റിംഗ് ടേബിളിൽ ഇരുന്നിട്ട് എഴുതാൻ തുടങ്ങി. വിത്ത് മച്ച് wrinkling of his brow caused by the effort he had to make to express his ideas. അതായത് അദ്ദേഹത്തിൻ്റെ പിരികൊക്കെ കുറച്ച് ചുരുങ്ങിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഈ കഷ്ടപ്പെട്ടൊക്കെ ഐഡിയാസൊക്കെ കൺവേർട്ട് ചെയ്യുകയാണ് പേപ്പറിലോട്ട്. അതുകൊണ്ടുള്ള ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ പറഞ്ഞതന്നേ ഉള്ളൂ. When he finished, he went to the window to buy a stamp which he licked
and then affixed the envelope with a blow of his fist. അപ്പോൾ എന്നിട്ട് പോയി സ്റ്റാമ്പൊക്കെ മേടിച്ച് തേച്ച് ഒട്ടിച്ച് കൈവശൊക്കെ അമർത്തി ഒന്ന് ഫിക്സ് ചെയ്ത് ദ മൊമെൻറ്റ് ദ ലെറ്റർ ഫെൽ ഇൻ ടു ദ മെയിൽ ബോക്സ് ദ പോസ്റ്റ് മാസ്റ്റർ വെൻ ടു ഓപ്പൺ ഇറ്റ്. അപ്പോൾ ആ മെയിൽ ബോക്സ് ഇട്ട ഉടനെ തന്നെ പോസ്റ്റ് മാസ്റ്റർ പോയി ആ ലെറ്റർ എടുക്കുകയാണ്. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തു. ഇറ്റ് സെഡ്, ഗോഡ് ഓഫ് ദ മണി ദാറ്റ് ഐ ആസ്ക് ഫോർ ഓൺലി 70 pesos റീച്ച്ഡ് മീ. അപ്പോൾ ദൈവമേ, ഞാൻ അങ്ങയുടെ ചോദിച്ച പൈസയിൽ 70 pesos മാത്രമേ എനിക്ക് എത്തിയിട്ടുള്ളൂ. സെൻഡ് മീ ദ റെസ്റ്റ് സിൻസ് ഐ നീഡ് ഇറ്റ് വെരി മച്ച്. പെട്ടെന്ന് തന്നെ എൻ്റെ ബാക്കി കൂടെ അയക്കണം, കാരണം എനിക്ക് അത് വളരെ അത്യാവശ്യമായിട്ടിരിക്കുകയാണ്. ബട്ട് ഡോണ്ട് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദ മെയിൽ ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂസ്. ലഞ്ച്. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ അത് ആണ് നമ്മുടെ ഒരു കീ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഐറണി എന്നൊക്കെ പറയാൻ പറ്റുന്നത്. അതായത് ലഞ്ചോ ദൈവത്തിനടുത്ത് ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ ഇനി മെയിൽ വഴി അയക്കരുത്, കാരണം ഈ പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസൊക്കെ എന്താണ്, ക്രൂക്സ് ആണ്, അല്ലെങ്കിൽ അവർ പൈസ കിട്ടിയാൽ എനിക്ക് തരുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ലഞ്ചോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.